വെൽറ്റോ, താൻഡ്രോ, റെറ്റ, വെന്യു, എലുതര, ടൂത്തോൺ, കോണാറ്റിക്, ഐ10, ഇയോൺ, ഐ20. ഏത് വണ്ടിയാ വാങ്ങിക്കുന്നത് BMW ബുഗാട്ടിനൊക്കെ ഇടിച്ച് പൊട്ടിച്ച് നല്ല അതിന്റെ മേലെ കൂടിയൊക്കെ പടന്നു BMW പോഷിക്കുന്ന നല്ല ജർമ്മനി ബെൻത്ത് ഓടയൊക്കെ നല്ല പിരിഞ്ഞു പോകുന്ന വണ്ടികളൊക്കെയാണ് അതൊക്കെ. ഞങ്ങള് ഒരു കാര്യത്തിനും നിരുത്സാഹപ്പെടുത്താറില്ല. ഇപ്പോൾ എന്തിൻ്റെങ്കിലും മുകളിൽ കയറുമ്പോൾ പലരും മുതിർന്നവരുണ്ടെങ്കിൽ കയറണ്ടെന്നേ പറയുള്ളൂ. നമ്മളത് കയറാനാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രഗ്യാൻ ഇപ്പോൾ പറഞ്ഞു തന്ന പല കാറിൻ്റെയും പേര് എനിക്കറിയാൻ പാടില്ല. പക്ഷേ നല്ല മിടുക്കനായിക്കൊണ്ട് എല്ലാ കാറുകൾ കാണിക്കുമ്പോഴും അതിൻ്റെ ചിത്രം കാണിക്കുമ്പോൾ അതിൻ്റെ പേര് കൃത്യമായി പറയുന്നു, ലോഗോ കാണിക്കുമ്പോൾ അത് ഏത് കമ്പനിയുടേതാണെന്ന് പറയുന്നു, കാറുകൾ ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രഗ്യാൻ. എങ്ങനെയാണ് ഈ ഒരു കഴിവ് നിങ്ങൾ വളർത്തിയെടുത്തത്? ഞാനിപ്പോൾ 3.5 വയസ്സ് കഴിഞ്ഞു. ഒരു 2 വയസ്സ് തൊട്ടൊക്കെ തന്നെ വണ്ടികളോട് ഭയങ്കര താല്പര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളർത്തിയെടുത്തു എന്ന് പറയുന്നതിനേക്കാളും പ്രഗ്യാന് താല്പര്യമുണ്ടായിരുന്നു ചെറുപ്പം മുതലേ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ വണ്ടികൾ കാണുമ്പോൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരു വണ്ടി കാണുമ്പോൾ ഏതാണെന്ന് ചോദിക്കുകയും അതിനുശേഷം വീണ്ടും ആ വണ്ടി കാണുമ്പോൾ അത് ഇന്ന വണ്ടിയാണെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ കുറേയധികം വണ്ടികളായപ്പോഴാണ് ഞങ്ങൾ ബോധപൂർവം പഠിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമം തുടങ്ങിയത്. അത് പക്ഷേ കുറച്ച് നാളുകൾ എടുത്തുള്ളൂ. ഒരു 2 മാസത്തോളം ട്രെയിൻ ചെയ്തപ്പോൾ കൂടുതലും ഇദ്ദേഹമാണ് ട്രെയിൻ ചെയ്തത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പഠിച്ചു. അസാധ്യമായിട്ടുള്ളൊരു മെമ്മറി കാണിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റും ഉണ്ട്. I10, I20, Honda, Hyundai Tandro, Konatic, Ion, Verna, Innova, Lanta, Urban Router, Fortuner. നമുക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്ന പേരുകൾ പോലും പ്രഗ്യാൻ ഓർത്ത് പറയുകയാണ്. എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചത്? അതായത് ഇവന് ആദ്യമേ തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കാറിൻ്റെയൊക്കെ കളർ പ്രിൻ്റ് എടുത്തു കൊണ്ടുവന്നിട്ടാണ് കൊച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ലോഗോസ് ആണെങ്കിൽ പോലും ഞാനും തന്നെ കുറേ റിസർച്ചൊക്കെ ചെയ്ത് പഠിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പഠിച്ച് അതിന് ശേഷം കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഇവൻ പെട്ടെന്ന് പഠിക്കും, നമ്മളെപ്പോലെ അല്ല. പെട്ടെന്ന് ഒരു 2 പ്രാവശ്യം പറയുമ്പോൾ തന്നെ അത് കൃത്യമായി പഠിക്കും. അങ്ങനെയാണ് വന്നേ. ആദ്യം അമ്മ പഠിച്ച് എന്നിട്ടാണ്. അതെ ഞാൻ നന്നായിട്ട് ആദ്യമേ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പിന്നീടാണ് അവനെ പഠിപ്പിച്ചത്. ഇപ്പോൾ റോഡിലൂടെ പോകുമ്പോഴാണെങ്കിലും എന്താ വാഹനങ്ങൾ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കാറുകളുടെ പേര് ഇങ്ങനെ പറയുന്നുണ്ടാവും. അതെ തീർച്ചയായിട്ടും. ഇന്നലെ തന്നെ ഇപ്പൊ പെട്ടെന്നായിരുന്നു ഇങ്ങനെ റാൻഡം ആയിട്ട് പെട്ടെന്ന് പാസ് ചെയ്ത് പോയതാണ്. പക്ഷെ അവൻ പെട്ടെന്ന് പറഞ്ഞു അത് വെന്യൂ ആണെന്ന്. പക്ഷെ ഞങ്ങൾക്കൊക്കെ പുറകെ നോക്കി അതിങ്ങനെ സൈഡ് നോക്കിയാൽ പോലും പറയും. അങ്ങനെയാണ്. BMW, ജർമ്മനി, സ്കോഡ, ചെക്ക് റിപ്പബ്ലിക്, കിയ, സൗത്ത് കൊറിയ, ഹുണ്ടൈ, സൗത്ത് കൊറിയ, മിത്സുബിഷി, ജപ്പാൻ. നമ്മൾ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ IQ ഒക്കെ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അതായത് സംസാരിക്കാനൊക്കെ തുടങ്ങി, ഓരോ വേർഡ്സൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് IQ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള പാരൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. കാരണം അവന് വേണ്ട കളിപ്പാട്ടങ്ങൾ, അവൻ്റെ ആ ഒരു IQ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ആ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ടോയ്സ് ആണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും ഭക്ഷണമൊക്കെ ആണെങ്കിലും നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പാരൻറ്റിങ് പോസിറ്റീവായിട്ട് ചെയ്ത് ഈ ഒരു കഴിവുകൾ മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാര്യത്തിനും നിരുത്സാഹപ്പെടുത്താറില്ല. ഇപ്പോൾ എന്തിൻ്റെങ്കിലും മുകളിൽ കയറുമ്പോൾ പലരും മുതിർന്നവരുണ്ടെങ്കിൽ കയറണ്ടെന്നേ പറയുള്ളൂ. നമ്മളത് കയറാനാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനതൊരു വിദേശ വനിത ആദ്യമായിട്ട് ചെയ്യുന്നതിനെ ഞാൻ കണ്ടത്. ഞാൻ മുമ്പ് പോലീസ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അമൃത മഠത്തിൽ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് അവിടെ ഒരു വിദേശ വനിത, വർഷങ്ങൾക്ക് മുമ്പാണ്, 2014
അപ്പോൾ ഇതുപോലെയുള്ളൊരു കുട്ടി 2-2.5 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിയെ ആ അമ്മ പാരൻ്റ് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കുട്ടിയുടെ പുറകെ നടക്കുകയാണ്. അവൻ എവിടെയൊക്കെ പോകുന്നു, എങ്ങും പോകണ്ടെന്ന് അവർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല, അവനെ വിട്ടുകൊടുക്കുകയാണ്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് പഠിക്കുകയും ഞങ്ങൾ പാരൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുകയും നമ്മൾ ആ രീതിയിൽ അവരുടെ കഴിവുകൾ എന്താണെങ്കിലും അവരെന്ത് ചെയ്യുവാണെങ്കിലും അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാതെ, പ്രത്യേകിച്ച് ഇവൻ കുറച്ചുകൂടിയൊക്കെ ഈ എനർജി കൂടുതലായിട്ടുള്ള കുട്ടിയാണ്, റെസ്ട്രിക്റ്റ് ചെയ്താൽ അത് നെഗറ്റീവ് ഒരു രീതിയിലോട്ട് മാറും. നമ്മളത് ചെയ്യാതെ അവൻ്റെ ഇൻട്രസ്റ്റുകൾക്ക് പരമാവധി സപ്പോർട്ട് കൊടുക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ സപ്പോർട്ട് കൊടുക്കുക. ആ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു 6 മാസമായപ്പോൾ തന്നെ നമ്മൾ പുസ്തകങ്ങൾ ഇവന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഒരു കട്ടൗട്ട് ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഹൈഡിങ്ങിനുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഏജിലും ഞങ്ങൾ ഏത് പുസ്തകങ്ങളാണോ ഇവന് വേണ്ടത്, അതായത് ഇപ്പോൾ സ്റ്റോറീസ് ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ പഞ്ചതന്ത്രം കഥകൾ അങ്ങനെയുള്ള ഓരോ ഈ പിക്ചേഴ്സ് വെച്ചിട്ട് ഇവനിലേക്ക് നമ്മൾ ഈ കഥകളൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഫോണ് കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക. ഞങ്ങൾ ഫോൺ പരമാവധി കുഞ്ഞിനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. Devu, Great Wall, Lancha, BYD, Mini Cooper, Acura, Opal, Cherry, Rover, Dub, Tit, Skoda, Dangion, Subaru, Volvo, Aston Martin, Brook, Holden, Koenigsegg, Lincoln, Lotus, Mahindra.